നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ബിസിനസ്സുകാരും ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു ലീഗൽ പ്രൊസീജിയറാണ് ESIയും EPF. പലരും ചിന്തിക്കുന്നത് ഇതൊക്കെ വലിയ കമ്പനികൾക്കുള്ളതല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു 10 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ESI രജിസ്ട്രേഷനും 20 സ്റ്റാഫ് ഉണ്ടെങ്കിൽ EPF രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഇതിനെ നമ്മളൊരു ചെലവായിട്ട് മാത്രം കാണരുത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ നല്ല ടാലന്റ് ഉള്ള സ്റ്റാഫ് നിൽക്കണമെങ്കിൽ അവർക്കൊരു ഫ്യൂച്ചർ സെക്യൂരിറ്റി ഫീൽ ചെയ്യണം. നിങ്ങളൊരു സ്റ്റാഫിന് പെട്ടെന്ന് ഒരു അസുഖം വന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി, ESI ഉണ്ടെങ്കിൽ അവർക്കും ഫാമിലിക്കും നല്ല ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കിട്ടും. ESI ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ റിട്ടയർമെന്റ് കാലത്തേക്ക് ഒരു സമ്പാദ്യമാണ് EPF എന്ന് പറയുന്നത്. എംപ്ലോയീസിന് ഇത് ചെയ്തു കൊടുക്കുന്നത് വഴി കമ്പനി നമ്മളെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടാവും. അപ്പം നല്ല ടാലന്റ് ഉള്ള സ്റ്റാഫ് നിങ്ങളെ വിട്ടു പോകാതിരിക്കാൻ ഇത് നല്ലൊരു ടൂൾ കൂടിയാണ്. ഇനി ഇത് ശ്രദ്ധിക്കാതെ വന്നാൽ പിന്നീട് വരുന്നത് വലിയ തുകയുടെ പെനാൽറ്റിയും ഇൻട്രസ്റ്റുമാണ്. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വരുന്നത്. അന്ന് ആ ഒരു തുക അടയ്ക്കാൻ നമ്മുടെ ബിസിനസ്സിലെ ഫണ്ട് ചിലപ്പോൾ തികയാതെ വരും. അതുകൊണ്ട് സമാധാനമായിട്ട് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നമ്മുടെ സ്റ്റാഫിനെ നമുക്ക് നിലനിർത്തണമെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായിരിക്കണം.